ഞാൻ നമ്മുടെ ഫൈസൽ ജിയെ, മലബാർ ഗോൾഡിന്റെ ശ്രീ ഫൈസൽ ജിയെ ഒന്ന് വിളിക്കുകയാണ്. ഫൈസൽ ജിയുടെ സപ്പോർട്ടും പിന്തുണയും ഈ വിഷയത്തിൽ വേണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. ഫൈസൽ ജി കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നേ. ഞാൻ അങ്ങയോട് പറഞ്ഞ കാര്യം കൂടി വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഫൈസൽ ജിയോട് ഒരു റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യേണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നമുക്ക് എല്ലാം അറിയുന്നത് പോലെ മലബാർ ഗോൾഡിനെ നയിക്കുകയും മലബാർ ഗോൾഡിന്റെ എന്താ പറയുക ആ കൂട്ടായ്മയിലെ മലബാർ ഗോൾഡിന്റെ പിന്നെ പ്രൊഡക്ഷൻ ഹെഡാണ്, ഇന്റർനാഷണൽ മാനുഫാക്ചറിംഗിന്റെ ഹെഡാണ്. വളരെ സന്തോഷം. ചട്ടാമ്പാറ കൂടെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഗോൾഡ് സ്മിത്തിന്റെ കൂടെ. ഫൈസൽ ജിയെ ദുബായി പോയപ്പോൾ കണ്ടിരുന്നു. അപ്പം ഫൈസൽ ജിയെ എന്റെ മകനെയൊക്കെ വളരെ കാര്യമായിട്ട് ഫൈസലിന്റെ കാറൊക്കെ കാണിച്ചു. പിന്നെ അവരുടെ വീട്ടിൽ പോയിരുന്നു. ഫൈസൽ കുടുംബമല്ലേ രാഹുൽ? അതെ, തീർച്ചയായും. നിങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ സ്വന്തം സഹോദരനാണ്, നമ്മളെ അനിയനാണ്. സന്തോഷം ഫൈസൽ ജി. ഫൈസൽ ജിയുടെ ക്യാമറ എന്തെങ്കിലും ഓണാക്കാൻ വകുപ്പുണ്ടോ? ക്യാമറ അവർക്ക് കൂടെ സന്തോഷം. ഞാനൊരു ഡ്യുവൽ ക്യാമറയിൽ ഇത് എടുക്കുകയാണ്. അപ്പൊ ആൾക്കാരും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഡ്യുവൽ ക്യാമറയിൽ ഇത് എടുക്കുകയാണ്. ഫൈസൽ ജി നമുക്കെല്ലാം അറിയുന്നത് പോലെ പലരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനപ്പോൾ ഫൈസൽ ജിയെ വിളിച്ചൊരു റിക്വസ്റ്റ് പറഞ്ഞിരുന്നു. നമ്മുടെ ദീപകിന്റെ ഫാമിലി സുഖമാണ്. അപ്പൊ നമ്മുടെ ദീപക് എന്ന് പറഞ്ഞ ഫൈസൽ ജി ശ്രദ്ധിച്ചു കാണും. ഒരു പയ്യൻ ഇതേപോലെ ഒരു വ്യാജ വീഡിയോയിൽ അവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവരുടെ വീട്ടുകാരുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അത്യാവശ്യം എന്താ പറയുക സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട കുടുംബമാണ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഞങ്ങള് ഗോവിന്ദപുരം എന്ന സ്ഥലത്താണ് ദീപക് താമസിക്കുന്നത്. നമ്മളൊരു 10-28-30 വർഷം മുമ്പ് ഞാനും കുടുംബവും ഗോവിന്ദപുരത്താണ് താമസിച്ചത്. അപ്പൊ എന്റെ സിസ്റ്ററൊക്കെ അവിടെ താമസിക്കും. ഗോവിന്ദപുരമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്, സ്നേഹബന്ധം. നല്ല ആൾക്കാരാണ് അവിടെ ഉള്ള ആൾക്കാര്. നമ്മളെ നൈബേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനത് വീഡിയോയില് കണ്ടു. എന്തോ പിന്നെ മാനസികമായിട്ട് പെട്ടെന്ന് എന്തോ വീഡിയോ വന്നിട്ട് എന്താന്ന് പറഞ്ഞാല് സൂയിസൈഡ് ചെയ്ത ഫാമിലി അല്ലേ? അതെ, രണ്ട് കാര്യങ്ങളാ. ഒന്ന്, പലപ്പോഴും ഇതുപോലത്തുള്ള ഇനിയൊരു ദീപക് ഉണ്ടാവരുത്. രണ്ട്, നമുക്ക് ഈ മെൻസ് കമ്മീഷൻ ഇപ്പൊ രാജ്യസഭയിൽ അത് വന്നു. രാജ്യസഭയിൽ ഓൾറെഡി അവതരിപ്പിച്ചു. നമ്മുടെ നിയമസഭയിൽ ഇപ്പം പുരുഷന് നേരെയുള്ള പീഡനമാണ് നടക്കുന്നത്. ഇപ്പം പുരുഷ പീഡനമാണ്, സ്ത്രീ പീഡനമല്ല, പുരുഷ പീഡനമാണ്. ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം ദീപകിന്റെ കാര്യം ജനങ്ങൾ ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ. സുനീർ എന്ന് പറഞ്ഞ് ഇതേപോലെ തിരുവനന്തപുരത്ത് പയ്യനുണ്ട്. അവന്റെ വീട്ടിൽ ആരുമില്ല, ഉമ്മയെ സഹോദരി മാത്രമേ ഉള്ളൂ. അവനെതിരെ ഇതേപോലെ വ്യാജ പരാതി കൊടുത്ത് അവൻ ആത്മഹത്യ ചെയ്തു. ഞങ്ങൾ എന്നിട്ട് DGPയെ പോയി കണ്ട് അവസാനം പരാതി എടുപ്പിച്ചു. ഒരു കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് നഷ്ടപ്പെട്ടത്. ശരിക്കും ഇനിയുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. കാരണം ഒറ്റയടിക്കൊന്നും ഇനി എന്താ പറയാ ഇങ്ങനെ ശരിക്കും എന്താ പറയാ വല്ലാത്തൊരു ഫീലിംഗ് ആയി. മരണം ഞാൻ അവരുടെ വീഡിയോ കുടുംബത്തിനാണ് വലിയ നഷ്ടം. ഞാൻ അവരുടെ വീഡിയോ കരയുന്ന കണ്ടിട്ട് അടച്ചു വെച്ചു. എനിക്കത് കാണാൻ പറ്റുന്നില്ല. കാര്യം നമ്മുടെ എല്ലാം മക്കളും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ടൊരു വിഷമമാണ്. അപ്പം എനിക്ക് അങ്ങോട്ട് റിക്വസ്റ്റ്, താങ്കളെ പോലുള്ളവരെ എന്തെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മെൻസ് കമ്മീഷനെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും രീതി കോഴിക്കോട് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഫൈസൽ രാഹുൽജി, നമുക്ക് ഞാനിവിടെ UAE നോക്കട്ടെ നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന്. തൽക്കാലം ഞാനൊരു 1,00,000 റുപ്യ നിങ്ങൾ പറഞ്ഞ വകയിൽ 1,00,000 റുപ്യ ഞാൻ കൊടുക്കാം. ഞാനിവിടെ നമ്മളെ ഷെഫീഖുണ്ട്. ഷെഫീഖെ, നമുക്ക് കുറച്ച് എന്തെങ്കിലും പിന്നെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സഹായിക്കാം. ആയിക്കോട്ടെ. ഞാനിപ്പോ അങ്ങയുടെ പെർമിഷനോടെ എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടോട്ടെ, ഈ വീഡിയോ ഒന്നിട്ടോട്ടെ വിത്ത് യുവർ പെർമിഷൻ. അങ്ങനെ കൂടുതൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് വെച്ചാണ് ഞാനപ്പം പിന്നെ രാഹുൽജിന്റെ ഒരു ഇനീഷ്യേറ്റീവില് അവർക്ക് നല്ലൊരു എമൗണ്ട് പാവപ്പെട്ട ഫാമിലി, പ്രായമായ അമ്മയും പിന്നെ ഫാമിലിയാണ്. അപ്പൊ അവരൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ കൂടുതൽ ആൾക്കാരെ സഹായിക്കും. ഞാനിപ്പം കേരളത്തിലില്ല. ഞാനിപ്പോ ഇമ്മീഡിയറ്റ്ലി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരും. ഇത് എന്റെ ഒരു ഹിയറിംഗും മറ്റും ഉള്ളതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. ഞാൻ 2-3 ഡേയ്സിനുള്ളിൽ വരും. എന്നിട്ട് ഞാൻ തന്നെ പേഴ്സണലി നേരിട്ട് പോവുകയും പോകുമ്പോൾ അങ്ങനെ ഒന്ന് വിളിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കത് പിന്നെ ഓൺലൈനിലോ അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യാം. താങ്ക് യു ഫൈസൽ ജി, വലിയ ഉപകാരം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ഫൈസൽ ജി ആയിരുന്നു. അദ്ദേഹത്തോട് എന്താ പറയുക, അദ്ദേഹത്തെ പോലെ ഉള്ളൊരു മനുഷ്യരെയാണ് നമുക്ക് ഹെൽപ്പിന് പലപ്പോഴും വിളിക്കാൻ പറ്റും. താങ്ക് യു ഫൈസൽ ജി. അപ്പോൾ ഫൈസൽ ജിക്ക് വലിയ നന്ദിയും സന്തോഷവും ഉണ്ട്. ഇതേപോലെ കുറച്ച് പേര് ഇന്ന് മെൻസ് കമ്മീഷന് വേണ്ടിയും ദീപകിനെ പോലുള്ളവർക്ക് വേണ്ടിയും നമ്മൾ പിന്തുണ എങ്ങനെ സ്വീകരിക്കും. നിങ്ങൾ ഒരുപാട് പേര് 20 രൂപ മുതൽ 30 രൂപ മുതൽ 40 രൂപ മുതൽ 10 രൂപ മുതൽ 1000-ഉം 5000-ഉം ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും നന്ദി.